ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ധന്യ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ഫ്രൈ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വളരെ ചെറുതായി അരിഞ്ഞത് അതൊരു 2 ടേബിൾ സ്പൂൺ, ചില്ലി ഫ്ലേക്സ് 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, സോയാ സോസ് 2 ടീസ്പൂൺ, ചില്ലി സോസ് 1 ടീസ്പൂൺ, ടൊമാറ്റോ സോസ് 2 ടീസ്പൂൺ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്യുക. ഞാനിവിടെ 9 ചിക്കന്റെ കാലുകളാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കുക. അതൊന്ന് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് കുറച്ച് സമയം വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഓൾമോസ്റ്റ് വേവാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ചിക്കന്റെ പീസസ് എടുത്തു മാറ്റാം. ഇനി ഈ ചിക്കൻ ഫ്രൈ നമുക്ക് മുക്കി കഴിക്കാനുള്ള ഒരു ഡിപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് 1 ടീസ്പൂൺ ബട്ടർ കൂടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതുകൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. തുടരെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കോൺഫ്ലോർ പെട്ടെന്ന് കട്ട കെട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ചേർക്കാം. നമ്മുടെ ഡിപ്പ് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ ഡിപ്പ് സോസ്. അവസാനമായി ഒരു പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി മറ്റൊരു ബൗളിലേക്ക് 1 മുട്ട എടുത്ത് നന്നായി ബീറ്റ് ചെയ്യുക. അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ, കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മൾ ചിക്കനിലിട്ട് വേവിച്ചതാണ്. ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം മതി. കോട്ടിംഗ് കൊടുക്കാനുള്ള മസാല, അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഉപ്പ് ആവശ്യം. ഇനി കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, ഒരു 1/2 കപ്പ് മൈദ, ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അല്പം വെള്ളം കൂടി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. അധികം കട്ടിയുള്ള സോസ് അല്ല, എന്നാൽ തീരെ ലൂസായിട്ടുള്ള സോസ് അല്ല. ഈ രീതിയിലുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അതിലേക്ക് ചിക്കന്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് നന്നായി കവർ ചെയ്തെടുക്കാം. അതിനുശേഷം ബ്രെഡ് ക്രംസിൽ നന്നായി കോട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ എല്ലാ പീസസും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് ഈ ചിക്കൻ്റെ പീസസ് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ചിക്കൻ വെന്തിരിക്കുന്നത് കൊണ്ട് പുറത്തുള്ള കോട്ടിങ് മാത്രമേ ഒന്ന് ഫ്രൈ ആവേണ്ടത് ആവശ്യമുള്ളൂ.
ഒരു വശം നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എടുത്ത് കോരി മാറ്റാം. ഇതുപോലെ എല്ലാ പീസസും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.